പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഒരിക്കലും ജനാധിപത്യം സാധ്യമല്ല. അതുകൊണ്ടാണ് കസേര ഉണ്ടായാലും ഇരിക്കാൻ പറ്റാതിരുന്നു പോയത്. ഇതാണ് സ്ഥലം. നമ്മളിപ്പോഴും സെക്രട്ടേറിയറ്റിൽ പോയാല് നമ്മൾ ഓച്ചാനിച്ച് നിൽക്കുന്ന തരത്തിലാണ്. നമ്മൾ അവരെ കണ്ടാൽ ബഹുമാനിക്കാൻ, അവരെ കണ്ടാൽ കീഴടങ്ങി രണ്ടാമത് നിൽക്കാനാണ് ആ കസേരയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെ എന്ത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന കോന്തനാരാ? ഈ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ കോന്തനാരാ? ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന കോന്തൻ? ഇതെല്ലാം രാജാവ് ഉണ്ടാക്കിയതാണ്. ഈ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യ മൂല്യത്തിൽ നമ്മൾ തുടങ്ങിയിട്ടേ ഇല്ല ജനാധിപത്യം ആരംഭിക്കേണ്ടത്. നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് മേല് കീഴ് അധികാരമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്ന് കാണിച്ചേ? ഇല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഈ നാട്ടിലിരുന്ന് നമ്മൾ ജനാധിപത്യം 75 വർഷം ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ പറ്റും? അച്ഛൻ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരണക്കാരൻ, ഭരിക്കുന്ന ആള് ഭാര്യ, മക്കള്, ഇങ്ങനെയുള്ള വീട്ടിനകത്ത് എങ്ങനെയാണ് ജനാധിപത്യം പറ്റുന്നത്? വീട്ടിനകത്തില്ല. അധ്യാപകർ വരുമ്പോൾ എണീറ്റ് നിൽക്കണം, അറ്റൻഷൻ അടിച്ച് നിൽക്കണം, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കണം. അനുസരണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ അടുത്ത് നിന്ന് എങ്ങനെയാണ് ജനാധിപത്യം പഠിക്കുന്നത്? സത്യം. അത് കഴിഞ്ഞിട്ട് ഓഫീസുകളിൽ ചെല്ലുന്നു. അവിടെ ചെന്നാൽ അവിടെ സൂപ്രണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു മേല് കീഴ് താഴോട്ട് ഈ പദവികളിൽ ഇരിക്കുന്ന ഈ ആളുകളിൽ നിന്ന് എങ്ങനെ ജനാധിപത്യം ഉണ്ടാകും? ഒരു സ്ഥാപനം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആകെ ശ്രമിച്ചത് പഞ്ചായത്ത് ഉണ്ടാക്കാനാണ്.